നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുടക്കം മുതൽ വിവാദങ്ങളിൽ മുങ്ങിയ കേരളത്തിലെ SIR നിയമക്കുരുക്കിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനും നൂലാമാലകൾക്കുമിടയിൽ തിരക്കിട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. SIR ജോലിഭാരത്തെ തുടർന്ന് കണ്ണൂരിൽ BLO അനീഷ് ജോർജ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരക്കിട്ട് SIR നടപ്പാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കോടതി പറഞ്ഞത്. സർക്കാരും മറ്റ് രാഷ്ട്രീയ കക്ഷികളും മുസ്ലിം ലീഗിന് പിന്നാലെ കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ക്ലാസ് 1, ക്ലാസ് 2 തസ്തികയിലുള്ള ജീവനക്കാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിരിക്കുകയാണ്. അതിനാൽ ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാരാണ് SIRന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന 1 മാസത്തെ സമയം പര്യാപ്തമല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. കടുത്ത ജോലിഭാരവും സമ്മർദ്ദവുമാണ് തങ്ങൾ നേരിടുന്നതെന്നും അതിന്റെ രക്തസാക്ഷിയാണ് അനീഷ് ജോർജ് എന്നും BLOമാർ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിൽ തങ്ങൾക്കും SIR കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ കഴിയുന്നില്ലെന്നാണ് രാഷ്ട്രീയ കക്ഷികളുടെ പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ ഇത്ര വാശി പിടിച്ച് കേരളത്തിൽ SIR നടപ്പാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി സുപ്രീം കോടതി ഉത്തരം നൽകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വെറും സാങ്കേതികത്വം മാത്രം പറഞ്ഞ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കരുതെന്നും ഈ മാസം 20-നുള്ളിൽ കളക്ടർ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്നും കോടതി പറഞ്ഞു. വൈഷ്ണയുടെ പേര് നീക്കാൻ പരാതി നൽകിയ CPMനാണ് ഹൈക്കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നത്. പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ CPMനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ. CPM പ്രവർത്തകർ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും ആരോപിച്ചു. BJPയുടെ ദുരുദ്ദേശം മറ്റൊരു തലത്തിൽ ദുരുദ്ദേശത്തോടെ CPM നടപ്പാക്കുന്നു. BJPയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ നടക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഹണി ട്രാപ്പിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ അയൽവാസിയായ യുവതിയും ഭർത്താവും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. സിന്ധു, ഭർത്താവ് ശ്രീരാജ്, ബന്ധുക്കളായ പ്രവീൺ, മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം എടക്കര പള്ളിക്കുത്ത് സ്വദേശി രതീഷ് ജീവനൊടുക്കിയ കേസിലാണ് അറസ്റ്റ്. ഡൽഹിയിൽ ബിസിനസ്സുകാരനായ രതീഷ് ജൂൺ 11-നാണ് പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. 2024 നവംബറിൽ ഇവർ രതീഷിനെ നഗ്നനാക്കി മർദ്ദിച്ചെന്നാണ് പരാതി. സിന്ധുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് രതീഷിനെ യുവതിയും കൂട്ടാളികളും ചേർന്ന് നഗ്നനാക്കി. തുടർന്ന് യുവതി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ പുറത്തുവിടാതിരിക്കാനായി സംഘം പണം ആവശ്യപ്പെട്ടു. പണം കിട്ടില്ലെന്ന ബോധ്യമായതോടെ ഫോട്ടോ രതീഷിന്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യയ്ക്കും കൂട്ടുകാർക്കും അയച്ചു നൽകി. ഇതോടെ നാണക്കേട് താങ്ങാനാകാതെയാണ് മകൻ ജീവനൊടുക്കിയതെന്ന് രതീഷിന്റെ അമ്മ ആരോപിച്ചിരുന്നു. രതീഷിന്റെ അമ്മയും ഭാര്യയും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. എടക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കടം വാങ്ങിയ പണം രതീഷ് തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് രതീഷിന്റെ വീട്ടുകാർ ആരോപിക്കുന്നു. ബംഗ്ലാദേശിൽ നടന്ന സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ദ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ശിക്ഷ വിധിച്ചത്. ഈ വർഷം ഓഗസ്റ്റ് 3-നാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. ഹസീനയുടെ അഭാവത്തിൽ കൂട്ടക്കൊല, പീഡനം തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത്. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തി. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. അതേസമയം ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് കഴിയുന്നത്. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് നിർണായക തെളിവെടുപ്പ്. സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശ്രീകോവിലിന്റെ വലതുഭാഗത്തെ പാളികളും ഇളക്കി മാറ്റി. സ്വർണ്ണപ്പാളികളുടെ തൂക്കം നിർണ്ണയിക്കും. പരിശോധനകൾക്ക് ശേഷം ഇവ വീണ്ടും പുനഃസ്ഥാപിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധന ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ച ശേഷം നടത്താനാണ് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനർ അനുമതി നൽകിയത്. ശബരിമല ശ്രീകോവിലിൽ 1998-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് സ്ഥാപിച്ച ചെമ്പുവാളികൾ തന്നെയാണോ 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി ഘടിപ്പിച്ചതെന്ന് കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. എറണാകുളം കടവന്ത്രയിൽ പോക്കറ്റിൽ നിന്ന് പണം കവർന്നത് ചോദ്യം ചെയ്തയാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇന്ന് പുലർച്ചെയാണ് കൊലപാതക ശ്രമം ഉണ്ടായത്. റോഡരികിൽ കിടന്നുറങ്ങിയ പിറവം സ്വദേശി ജോസഫിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പെട്രോൾ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തിയായിരുന്നു കൊലപാതക ശ്രമം. സംഭവത്തിൽ കൊച്ചി സ്വദേശി ആന്റപ്പനെ പോലീസ് പിടികൂടി. പൊള്ളലേറ്റ ജോസഫ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടം. രാവിലത്തെ കിതപ്പിന് ശേഷം ഉച്ചകഴിഞ്ഞ് തിരിച്ചു കയറി സ്വർണ്ണവില. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,495 രൂപയിലും 1 പവൻ സ്വർണത്തിന് 91,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 9,455 രൂപയാണ്. ഇന്ന് രാവിലെ ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറഞ്ഞിരുന്നു.
ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.